ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കസ്റ്റാർഡ് സേമിയ പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പായസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചൂടോടുകൂടി കഴിക്കുന്ന പായസം അങ്ങനെയല്ല കേട്ടോ. ഇത് തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാലാണ് നല്ല ടേസ്റ്റ്. ഇത് ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്ക് വരും. അപ്പം പായസം ഇഷ്ടമല്ലാത്തവർക്കും ഇത് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഐസ്ക്രീമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. കസ്റ്റാർഡ് കുറച്ച് തണുത്തിട്ടാണ് ഇത് കഴിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുക. ഞാൻ ആദ്യമായിട്ട് അത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു കപ്പിലേക്ക് 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂണ് കസ്കസ് ഇതുപോലെ പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇനി പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ 500 പാലാണ് എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ ഇത് ആവശ്യം അതിനനുസരിച്ച് പാലെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 500 പാലെടുക്കുന്നുണ്ട്. അത് നന്നായി ഞാൻ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സാബൂനരിയാണ്. കുറച്ച് സാബൂനരി ഇട്ടാൽ മതി. നന്നായി കഴുകിയിട്ട് അരിച്ച് വെച്ച സാബൂനരിയാണ് ഇതിലേക്ക് ഇട്ടത്. ഞാനിവിടെ ചെറിയ സാബൂനരിയാണ് ഇട്ടിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സാബൂനരി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. അപ്പോൾ നന്നായി എൻ്റെ കയ്യിൽ വലിയ സാബൂനരി ഇല്ല, അപ്പോൾ ഞാൻ ചെറുതാണ് എടുത്തത്. അപ്പോൾ വലുതിടുന്നതായിരിക്കും കുറച്ചും കൂടി കാണാനൊക്കെ നല്ല രസം. അപ്പോൾ അത് അങ്ങനെ ടേസ്റ്റൊക്കെ ഒരുപോലെയാണ്, പക്ഷെ കാണാൻ കുറച്ചും കൂടി നല്ലത് കുറച്ചും കൂടി വലുതാണ് കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് വേണ്ടത് സേമിയാണ്. സേമിയ ഇവിടെ ഞാൻ വറക്കാത്ത സേമിയാണ് ഇട്ടത്. നിങ്ങൾക്ക് വറുത്ത സേമിയ കയ്യിലുണ്ടെങ്കിൽ വറുത്ത സേമിയ ഇട്ടാൽ മതി. വറുക്കാത്ത സേമിയ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വറുത്ത സേമിയ ഇടുമ്പോൾ നമുക്ക് പാല് പെട്ടെന്ന് ഡ്രൈ ഇങ്ങനെ വല്ലാണ്ട് അങ്ങനെ കട്ടയായി പോവും വറുക്കാത്ത സേമിയ. അപ്പോൾ അത് നന്നായി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് മധുരം വേണം. ഇതിൽ നല്ല മധുരം വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നന്നായി ഒന്ന് പഞ്ചസാരയും കൂടി ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. നന്നായി ഒന്ന് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഒന്ന് അലിഞ്ഞതിന് ശേഷം കുറച്ച് ഞാൻ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 3/4 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഇതിൽ അലിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഫ്രൂട്ട്സാണ്. ഞാൻ ഈ പൈനാപ്പിളാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് പൈനാപ്പിളാണ് ഇതിലേക്ക് ഇട്ടത്. നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ പകരം മാങ്ങ വേണമെങ്കിൽ ഇടാം കേട്ടോ. മാങ്ങ കട്ട് ചെയ്തിട്ടിടാം, പക്ഷേ ഏതെങ്കിലും ഒന്നും ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ നമ്മൾ ആദ്യം കസ്റ്റാർഡ് പൗഡർ ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നന്നായി കട്ടല്ലാത്ത കലക്കിയത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കണം. കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഈ പാല് കട്ടയായി പോകും. അപ്പോൾ കട്ടയായി കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കാം. പിന്നെ ഒരു കപ്പോളം ഞാൻ ഉറുമാമ്പഴം കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി. പിന്നെ കുറച്ച് നട്ട്സ്, ഞാനിവിടെ ബദാം പിസ്തയാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് നട്ട്സ് വേണമെങ്കിൽ ഇടാം കേട്ടോ. അത് നന്നായി അതിലൊന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കണം. ഞാനിവിടെ കുറച്ച് കട്ടിയായിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കാം. അവിടെ കുട്ടികൾക്കൊക്കെ കോരി കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് മധുരം ഇല്ലെങ്കിൽ മധുരം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കസ്കസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കസ്കസും കൂടി ഇതിലേക്ക് ഇട്ടാൽ നമ്മൾ ഈ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധാ പായസത്തിനേക്കാൾ നല്ല ടേസ്റ്റാണ് കസ്റ്റാർഡ് പായസം. ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഞാൻ ഉറുമാമ്പഴവും കസ്കസൊക്കെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറയാൻ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. നിങ്ങളെല്ലാവരും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോഴും പിന്നെ ഈ ചൂടുകാലത്തൊക്കെ നിങ്ങൾ പായസം കുടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പായസം ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ. സേമിയ ഒന്ന് വേവുന്ന അത്ര ടൈം എടുക്കുള്ളൂ. സേമിയ പെട്ടെന്ന് വേവും ചെയ്യും. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇത് കാണുന്നതുവരെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.